അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കാര്യം ഇത് ഇത്രയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ നടക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. കാര്യം എന്നു ചോദിച്ചാൽ ആ ഒരു വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യർക്കും അറിയാം ആ മനുഷ്യൻ അത് കൈകൊണ്ട് അങ്ങനെ ടച്ച് ചെയ്യുന്നതല്ല. ഈ പുള്ളിക്കാരി കൊണ്ട് നിന്ന് കൊടുക്കുന്നതെന്ന് കാണുന്ന ഏത് പൊട്ടനും മനസ്സിലാകും. പുള്ളിക്കാരി അത് സ്ലോ മോഷൻ ഇട്ടാണ് ആ ഒരു ആക്ടിങ് ഇതായിട്ട് കാണിച്ചേക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും പുള്ളി തട്ടുക എന്ന് തോന്നും. പുള്ളിയുടെ ഒരു കയ്യിൽ ഹാൻഡ് ബാഗും ഒരു കൈ മൊബൈലും പിടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് നല്ല തിരക്കുമുണ്ട്. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ ഞാനൊക്കെ എങ്ങനെയാണ്, ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് ബസ്സിൽ കയറി പോയിട്ടുള്ളവരാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നമ്മുടെ പുറകിൽ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ തിരിഞ്ഞങ്ങ് നിന്നേക്കും. നമ്മളൊരു സൈഡ് ചെരിഞ്ഞങ്ങ് നിൽക്കും. അവർ നമ്മുടെ ദേഹത്ത് ആവശ്യമായി ടച്ച് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയില്ല. ഇതിപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇത് കാണിച്ചത് കൊണ്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കുമുള്ള ഞരമ്പന്മാർ മൊത്തം രക്ഷപ്പെട്ടേക്കാണ്. നിരപരാധിയായ ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുകയും കൂടെ ചെയ്തു. ഇത് ഈ വീഡിയോ പ്രചരിച്ചതിൻ്റെ പേരിലല്ല ഈ പുള്ളി ആത്മഹത്യ ചെയ്തേക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടല്ല പുള്ളി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു പുള്ളിയുടെ തീരുമാനം. വക്കീലിനെ കാണണം, നിയമപരമായിട്ട് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവർ ഒരുപാട് ഏറിപ്പോയി. ഈ വീഡിയോ ഭയങ്കര മില്യൻ അടിച്ചു. പക്ഷേങ്കിൽ ഇവർ ഏറിപ്പോയി, ഈ പുള്ളിക്കാരി ഏറിപ്പോയി. ഇവരെ എല്ലാവരും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. കാര്യം അത് കാണുന്നവർക്ക് മനസ്സിലാവും അതങ്ങനെയല്ല എന്നുള്ളത്. അവർ നിൽക്കുന്നത് തന്നെ കണ്ടാലറിയാം. ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അവർ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അത് നിൽക്കുന്നത് ഇപ്പോൾ അവർ ഈ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് മുട്ടി നിൽക്കുന്നത്. ശരിക്കും ഒരു ഞരമ്പനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കയറി ശരിക്കും ഒന്ന് പിടിച്ചേച്ച് പോയായിരുന്നേനെ. ഇത് അങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ തട്ടിപ്പോൾ അയാൾ നോക്കുന്നുണ്ട് എന്നാന്ന് നോക്കിയ അയാൾ മുന്നോട്ട് നീങ്ങുവാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു ഞരമ്പനായിരുന്നെങ്കിൽ തിരിഞ്ഞൊന്ന് ശരിക്കും പിടിച്ചങ്ങ് പോയായിരുന്നു. അതിൻ്റെ സൂക്കേടായിരുന്നു അവൾക്ക്. അതിൻ്റെ ഒരു കുറവായിരുന്നു അവൾ അവിടെ കിടന്ന് കാണിച്ചത്. നമുക്ക് പബ്ലിക്കായിട്ട് നമ്മുടെ ഒരാൾ മോശമായിട്ട് പെരുമാറി അത് വീഡിയോ എടുക്കാനല്ല സമയത്തേക്കിട്ട് ആ സ്പോട്ടിൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒരെണ്ണം കൊടുക്കുക. നമ്മൾ സാധാരണ ഇത്രയും വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഞരമ്പന്മാർ കാണിക്കുന്നത്. ഇവർ വീഡിയോ എടുക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരവിടുന്ന് മാറിപ്പോകും. കാര്യം അവർ ചെയ്യുന്ന തെറ്റെന്ന് അവർക്കറിയാം. ഈ മനുഷ്യൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് മാറാതെ അയാളുടെ രീതിക്ക് തന്നെ നടന്നു പോയത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് ഒരുപാട് ഓവറായിപ്പോയി, ശരിക്കും ഓവറായിപ്പോയി. ഇത് ഒരു പരിധിക്കൊക്കെ അപ്പുറമായിപ്പോയി ഇവർ കാണിച്ചപ്പോൾ. ഇത് എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരുത്തി ഇങ്ങനെ ഇട്ടായിരുന്നു ഒരു വീഡിയോ. അത് ഭയങ്കര മില്യൻ അടിച്ച് അവളും കുറേ ഏറിപ്പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അത് പ്രതികരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അതിനുവേണ്ടി പരാതി കൊടുക്കില്ല, ബസ്സുകാരോട് പറയില്ല, അതിനുള്ള പരാതിയും കാര്യങ്ങളും മുന്നോട്ട് വെക്കേണ്ടത്. ഒന്നാമത് എനിക്കൊന്ന് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ അല്ലാത്ത ബസ്സുകളിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്യാമറ വെക്കണം. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക. എന്താ സത്യാവസ്ഥയും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്കകത്തൊരു ക്യാമറ ഇരിക്കുന്ന നല്ലതാണ്. ക്യാമറ വെക്കുന്നതാണ് നല്ലത്. അതിനകത്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എടുക്കുക. ഇത് മനഃപൂർവ്വം ഇതൊരു പബ്ലിക്കിലേക്ക് ഇവർക്കൊരു ഫെയിമിന് വേണ്ടിയാണ് ഇവർ പണി കാണിച്ചത്. ഇവർ നല്ലപോലെ ഇതാകാൻ വേണ്ടി കാണിച്ചതാണ്. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് ഉറപ്പിച്ച് ഞാൻ പറയാം. കാര്യം ഇത് കഴിഞ്ഞ് ഇവളൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. ആ വീഡിയോ ആണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത്. അപ്പം നമുക്ക് ഇതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടതിന് ശേഷം ബാക്കി കാര്യം ഈ പുള്ളിക്ക് ഏത് വീഡിയോ ആണ് അതിന് കാരണമായെന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ച് എന്നാൽ ശരി ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അവൻ അങ്ങനെ എന്തെങ്കിലും ടോണിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ. കാരണം അത്രയും വർഷത്തെ ഞാനും അവനും തമ്മിലുള്ള ബന്ധമാണ്. ഇത് ഇന്നലെയാണോ? ഇന്നലെ രാത്രി 9:00 സംസാരിച്ചാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ്, ഞാൻ ഭക്ഷണം കഴിക്കാനും. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. ഈ ഒരു വിഷയം പുള്ളി അതുപോലെ ബാധിച്ചിട്ടില്ലായിരുന്നു. കാര്യം പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ദീപക് എന്ന് പറയുന്ന ആൾക്ക് അത് വിഷയമേ അല്ലായിരുന്നു. കാര്യം അത് നിയമപരമായിട്ട് പോയാൽ കാര്യം അദ്ദേഹത്തിനോട് ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് പേരെ അതിന് പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന പെങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് വിട്ടേക്കുന്ന ഒരു ചീത്തപ്പേര് വരുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തെ കൂടെ അത് ബാധിക്കും. അവരുടെ കുടുംബത്തെ കൂടി അത് ബാധിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു പ്രഷറായിരിക്കും പുള്ളി അനുഭവിച്ചത്. ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ്
വന്ന വീഡിയോ ആണ് ഇത്. നമുക്കത് കഴിഞ്ഞുള്ള ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ചു സംസാരിക്കുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. നോർമലായിട്ടാണ് സംസാരിച്ച് എന്തെങ്കിലും ഒരു സംസാരത്തിന് വ്യത്യാസമാണെങ്കിൽ പുള്ളിക്കാരെ ഇവർ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ്, അങ്ങനെ അറിയാൻ പറ്റുമായിരുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും കൂളായിട്ടിരുന്നുള്ള ആൾ അത് കഴിഞ്ഞ് ഈ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം ഒന്നും കൂടെ തിരിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, ദീപക്കിനെ വിളിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ. അതിന് ശേഷമാണ് ഈ ഒരു സംഭവങ്ങൾ മുഴുവൻ നടന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു വീഡിയോ വന്നാൽ ഫസ്റ്റ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിക്കണ്, നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണ്. ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയാണ് ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാ. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് നോക്കിയിട്ട് വരില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ അത് നോക്കിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞു ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ അയക്കണില്ല, നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ എല്ലാടാ ഈ അയക്കടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, എനിക്ക് ഇതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ രീതി തന്നെ ഉള്ളൂ, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആ വീഡിയോ ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കാണ്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കാനുണ്ട്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും, എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് വിട്ട് പിന്നെ വീട്ടിലത്തെ ആ ഒരു വീഡിയോ അയച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നേക്കുന്നത്. കാര്യം 9:30 ആയപ്പോഴത്തേക്കാണ് വിളിച്ചു കഴിഞ്ഞാൽ 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ 11 മണിക്കാണ് അദ്ദേഹം അതുപോലെ പ്രശ്നമായി കാണും. കാര്യം അതുപോലെ നാണക്കേട് തോന്നിക്കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണാണ് ഒന്നിച്ച് പറയുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ പെണ്ണ് പറയുന്നതിനാണല്ലോ വിലയുള്ളത്. പെണ്ണ് എന്നാ പറഞ്ഞാലും എന്നെ നോക്കി അല്ലെ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് ആ പെണ്ണിന് സൈഡിൽ നിൽക്കുകയുള്ളൂ, അതാണ് നിയമം. അതുകൊണ്ടാണ് അത് ഒരു ആണുങ്ങൾക്ക് ഓരോ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ ഭയങ്കര ഭയമാണ്. കാര്യം വെച്ചാൽ എന്ത് പെണ്ണൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെണ്ണെന്തിനും കുറേ ആൾക്കാരും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി ഇറങ്ങും. ശരിയോ തെറ്റോ നോക്കുകയല്ല ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ചിന്തിച്ചാണ് സമൂഹത്തിൽ ഇതുപോലെ നാണം കിടുമ്പോഴത്തേക്ക് അദ്ദേഹം നല്ലൊരു അയാൾ ജോലി ചെയ്യുന്ന സെയിൽസ്മാനാണ്. അയാൾ ചെല്ലുന്ന ആ കടകളിലെ ആൾക്കാരെല്ലാം പറയുന്നുണ്ട് നല്ല മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റം, ഒരു മോശമായിട്ട് ആരോടും പെരുമാറിയിട്ടില്ല. അതുപോലെ തന്നെ അയാളുടെ നാട്ടുകാർ പറയുന്നു ഒരു വഴക്കോ ബഹളോ ഉണ്ടായാൽ പോലും അതിൽ നിന്നും മാറി നിൽക്കുന്ന അതുപോലെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ്, നല്ല സ്വഭാവമായിട്ടില്ല. ആ അപ്പനമ്മയ്ക്ക് ഏക ആശ്രയമായിരുന്നു. ആ അപ്പനും അമ്മയും ജീവിതകാലം മൊത്തം നോക്കേണ്ട മകനാണ് ഇന്ന് അവരെ വിട്ടു പോയേക്കുന്നത്. ആ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരിന് ഇവൾ എവിടെ കൊണ്ടുപോയി തീർക്കും, ആ ഒരു ശാപത്തിന് എവിടെ കൊണ്ട് ഇവൾ പരിഹാരം കിട്ടും. എന്നിട്ടും അവൾക്കൊരു ഇങ്ങനൊരു തെറ്റ് ചെയ്തു, ഞാൻ കാരണം ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു കുറ്റബോധം ഒന്നുമില്ല അവൾക്ക്. അവൾ ഇപ്പോഴും അങ്ങ് വലിയ ആളാന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഓർക്കും സോഷ്യൽ മീഡിയ ഉള്ളതാണ് നല്ലത്, ചില കാര്യങ്ങൾ വരുമ്പോൾ ഓർക്കും ഈ സോഷ്യൽ മീഡിയ കൊള്ളത്തില്ല, ഇതിൻ്റെ അനത്തിനാണ് ഇങ്ങനെയൊക്കെ. ഇത് ഒരുപാട് നല്ല കാര്യങ്ങൾക്കല്ലാതെ മോശം കാര്യങ്ങൾക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല വന്ന് അത്രയും വലിയ ഇതായി അവളെ കുറേ പേര് ഏറെ കയറ്റി എന്ന് പറഞ്ഞാലും അത് മില്യൻ അടിച്ച് വെക്കുക. അവൾക്ക് നല്ലപോലെ പോയി വീണ്ടും ഉള്ള വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും കയറിപ്പോയെന്നുള്ളതാണ്. അങ്ങനെ വന്ന് സംഭവിക്കുന്നുണ്ട്. ഇവള് ഓർത്ത് ഇവൾക്ക് ഒരു മെമ്പറായിട്ടൊക്കെ ഇരുന്നെന്നാണ് പറയുന്നത്. ഒരു മെമ്പറൊക്കെ ഇരുന്ന ആ വാർഡിൻ്റെ അവസ്ഥ എന്നതായിരിക്കും. നമുക്ക് എന്നായാലും ആ വീഡിയോ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവള് ആ വീഡിയോ കേട്ട് നമുക്കൊരു സാധാരണ മനുഷ്യർക്ക് കേട്ടാൽ പോലും ഉണ്ടല്ലോ വല്ലാതെ ഫീലാകുന്നൊരു വീഡിയോ. ഞാനത് കേട്ടു. നമുക്കത് നമ്മുടെ വീട്ടിലൊരാൾക്കാണ് ഇങ്ങനെ ഒരാൾ പബ്ലിക്ക് വന്ന് നമ്മുടെ വീട്ടിലൊരാളെ പറ്റി. എനിക്കും ഉണ്ടൊരു മകനുണ്ട്, ഭർത്താവുണ്ട്, ആങ്ങളമാരുണ്ട്, ഭർത്താവിൻ്റെ ചേട്ടനുണ്ട്, അനിയനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ആണുങ്ങളുള്ള ഒരു വീട്ടിൽ ഒരു മനുഷ്യർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം ഇതൊരു കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മകനോടും എൻ്റെ ഭർത്താവിനോടും പറഞ്ഞു ഒരു മനുഷ്യൻ നിൽക്കുന്നതിൽ 7 അയലോകത്ത് പോലും പോയേക്കില്ലെന്ന് പറഞ്ഞു. കാര്യം ചുമ്മാ പോയി നിന്നാലും ഓരോ അവൾമാർ എന്നതാ കാണിച്ച് കൂട്ടുന്നതെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു തിക്കിലും തിരക്കിലും പെട്ടു, നമ്മളെ ഒരാൾ തട്ടി, അത് വലിയ നമ്മൾ അറിയാതെ ഒരു മനുഷ്യൻ തട്ടുന്നതും അറിഞ്ഞുകൊണ്ട് തട്ടുന്നതും. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരാൾ നമ്മുടെ സമ്മതമില്ല തൊടാൻ പാടില്ല, അതൊക്കെയാണ്. പക്ഷെങ്കിൽ സമ്മതമില്ലാതെ ഒരു പ്രാവശ്യം തൊടുകയുള്ളൂ ഒരുത്തൻ. വീണ്ടും തൊടാൻ നിന്ന് കൊടുക്കുന്നതിന് അവൾ ആ വീഡിയോ എടുക്കുന്നതിന് ഉദ്ദേശം തന്നെയാണ് വീണ്ടും തൊട്ടോട്ടെ എന്നുള്ളത്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചത് കണ്ട് ആസ്വദിക്കാനായിട്ടോ. എനിക്ക് മനസ്സിലായി നമ്മുടെ ദേഹത്ത് ഇഷ്ടമില്ലാതെ ഒരുത്തൻ ഒരു പ്രാവശ്യമേ തൊടുകയുള്ളൂ. തൊട്ട് ആ സെക്കൻഡ് നമുക്കത് നിർത്തലാക്കാൻ പറ്റും. ഒന്നെങ്കിൽ അവനോട് പ്രതികരിക്കുക, ഇല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോയേക്കുക. ഇത് അവിടെ തന്നെ നിന്ന് തിരിഞ്ഞിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് മുട്ടി നിന്ന് കൊടുക്കുന്നു, എന്നിട്ടത് വീഡിയോ എടുക്കുന്നു.
ഇവളൊക്കെ വീട്ടിൽ നിന്ന് പടച്ചു വിട്ടവരെ വേണം പറയാനായിട്ട്, ഈ സൃഷ്ടിച്ച് വിട്ടവരെ വേണം പറയാനായിട്ട്, ഇങ്ങനെയുള്ള വിത്തിനെയൊക്കെ പുറത്തോട്ട് വിടുന്നവരെ വേണം പറയാനായിട്ട്. ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ലെന്ന്. അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷി അളക്കുമായിരുന്നു മോളെ വണ്ടിക്കകത്ത് നിന്ന്. ആ ബസ്സിൽ നിന്ന് അങ്ങേറെ ശേഷി എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണോ മോള് മുട്ടി നിന്നത്? ഇവളൊക്കെ പറയുന്നതിനുണ്ടല്ലോ ഒരു ഇതൊക്കെ കേൾക്കുന്നവർ ഇവളൊക്കെ പറയുന്ന ഒരു സെൻസിൽ തന്നെ എടുക്കുവാണെങ്കിലോ ഇതിനപ്പുറം നമ്മൾ പറഞ്ഞു പോകും അറിയാതെ. ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് നിന്നേച്ച് അങ്ങേറെ കൺട്രോൾ അവൾ നോക്കുമായിരുന്നു. അങ്ങേർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവൾ നോക്കുമായിരുന്നു. ഇവളിവിടെ വീട്ടിൽ നോക്കുമോ ഇങ്ങനത്തെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ വീട്ടിലുള്ളവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്? ഇതിനൊക്കെ അപ്പുറം വല്ലതൊക്കെ പറഞ്ഞു പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് അറിയാതെ. കാര്യം ശരിയാണ്, സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ പ്രതി അവർക്ക് സൈഡിൽ നിൽക്കും. പക്ഷെ അതിനൊരു ന്യായം വേണം. എല്ലാത്തിനും ആണുങ്ങളുടെ മുഖത്ത് കുതിര കയറുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. ഇതിപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. നമുക്ക് ആരും ഇവർക്കെതിരെ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള രാഹുൽ ഈശ്വരനോടൊക്കെ ഈ സമയത്തൊക്കെയാണ് ഒരു ഇത് തോന്നിപ്പോകുന്നത്. കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അവർക്കൊരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരാൾക്കാർ വേണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയാണ് വേണ്ടത്. കാര്യം സ്ത്രീകൾക്ക് മാത്രമല്ല മുൻഗണന വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളല്ല പുരുഷന്മാരാണ് കൂടുതലും പീഡനം അനുഭവിക്കുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം. വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് തന്നെയായിരുന്നു ഉദ്ദേശം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ, ഇവർക്ക് വൈറലാകുക. സൊസൈറ്റി ചോദ്യം ചെയ്യാനൊന്നും അദ്ദേഹം നിന്നില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. എന്ത് മിടുക്കായിട്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ആണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു മെൻ്റലി ഇതാകുക, നമുക്ക് അനുഭവം വരണം. എന്നാലും ഇപ്പം നമുക്ക് അല്ലാതൊരൊക്കെ കേൾക്കുന്നവർക്ക് ഇത് വലിയ ഫീല് തോന്നണമെന്നില്ല. അല്ലാതെ ഇത് കേൾക്കുന്നവരൊക്കെ ഇത്രയും ഫീല് തോന്നണമെന്നില്ല. നമ്മൾ ഇതുപോലെ സമൂഹത്തിൽ വൈറലായിട്ട് നിന്നു. എത്രയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു നാണക്കേട് തോന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അതും ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വരും, എന്നെ സമൂഹം ഇനി എങ്ങനെ കാണും. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല, വിവാഹം കഴിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഇനി ഒരു കല്യാണ ആലോചന വരുമ്പോഴും ഇങ്ങനെയുള്ള ഒരു മോശം ഇത് വന്നാൽ അങ്ങനെ ഒരുപാട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പൻ, പെങ്ങൾ, ഇവരൊക്കെ വെളിയിലിറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ഞാൻ കാരണം ഇവർക്കൊക്കെ നാണക്കേട് വരുമോ എന്നൊക്കെ എത്രമാത്രം ചിന്തിച്ച് കാണും ആ ഒരു രാത്രി ഇരുന്ന്, എത്രമാത്രം ആലോചിച്ചിട്ടായിരിക്കും ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഈ ഒരു കാര്യത്തെപ്പറ്റി. ഇവക്കൊരു പോസ്റ്റിൻ്റെ ഇതേ വന്നുള്ളൂ. പക്ഷേ ഇത് മിക്കവാറും കേസാകും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം ആ സുഹൃത്ത് പറയുന്നുണ്ട് ഇതിന് ശേഷമാണ്, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ്, ഇത് ഇത്രയും കേട്ട് മിക്കവാറും ഇപ്പോൾ അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകണില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ. ഇപ്പം മനസ്സിലായോ? ഇവള് അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്.
ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇതൊക്കെ കാണും, കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്താകുള്ളൂ. ഇവള് കാണിച്ചത് ഇവിടെ വീട്ടുകാർ കണ്ടില്ലേ? ഇവളുടെ തന്തയും തള്ളയും ഒന്നും പറഞ്ഞില്ലേ? അദ്ദേഹത്തോട് മുട്ടി ഉരുമി നിന്ന് അങ്ങോട്ട് ഇടിച്ച് ലാസ്റ്റ് അവളുടെ മുഖം പോകുന്നുണ്ട്. അത് പക്ഷെ അവൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഇവൾ അങ്ങോട്ട് ഒരുപാട് ചെല്ലുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുള്ളൂ. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ആ മനുഷ്യൻ മൈൻഡ് ചെയ്ത് മുന്നോട്ടങ്ങ് പോയി കഴിയുമ്പോൾ ഇവളിൽ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അപ്പോൾ അവളുടെ മുഖം പെട്ടെന്നങ്ങ് മാറുന്നുണ്ട്. ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം അതിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കിടന്നു അലയുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമുക്കിനി അത് നമുക്ക് തോന്നുക നമ്മളെ അദ്ദേഹം അങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയാൽ, ഇനി നമ്മുടെ തോന്നലാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി മാറി നിൽക്കും ഇല്ലേ? നമ്മുടെ ദേഹത്ത് ഒരു മനുഷ്യൻ നമ്മുടെ സമ്മതം ഇല്ലാതെ തൊടുന്ന നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കും. അതുമല്ല, എന്നിട്ടും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് തോന്നിയാൽ അവിടെ പ്രതികരിക്കുക, ആ സ്പോട്ടിൽ പ്രതികരിക്കുക. അല്ലാതെ അത് നിന്ന് വീഡിയോ എടുത്ത് അത്രയും കാര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് ഇന്നാ എന്നെ പിടിച്ചോന്നും പറഞ്ഞ് നിന്നോടുത്ത് വീഡിയോ എടുത്ത് വെച്ച് പബ്ലിക്ക് കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിക്കുന്നത് ഇവിടെ ഏത് തരക്കാരി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞ് വെച്ച് ഇതിനെപ്പറ്റി വീണ്ടും ഇവൾ ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്തു, ഈ സംഭവം ഇവളിപ്പോൾ ഈ വീഡിയോ മുക്കിയിട്ടുണ്ട്, ഈ വീഡിയോ മാറ്റിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്ന ഇത് ശേഷം വേറൊരാളോട് സംസാരിക്കുന്നൊരു കാര്യമുണ്ട്. പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതെ, നിങ്ങളൊരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ട് മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല.
എത്ര സന്തോഷത്തോടെയാണ് പുള്ളിക്കാരി പറയുന്നത്, അങ്ങനെ എടുത്തു ഞാൻ അവർ എഡിറ്റ് ചെയ്ത് ഇട്ടു എന്ന് പറയുന്നത്. അവർ എഡിറ്റ് ചെയ്ത് ഇട്ടതിനകത്താണ് അവരിതിനകത്ത് ഇതുപോലെ അത്രയും ആ ഒരു ടച്ച് ചെയ്യുന്ന പോലെ ഇതാക്കി അവർ ഇട്ടേക്കുന്നത്. ആ എഡിറ്റ് ചെയ്തതിനകത്ത് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അവർ തന്നെ പറഞ്ഞല്ലോ അവർ എഡിറ്റ് ചെയ്തിട്ടതാണ്. എഡിറ്റ് ചെയ്ത് ആ ലാസ്റ്റ് അവരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയി, ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിഞ്ഞിട്ട് പോലും ചിരിച്ചുകൊണ്ടാണ് അവൾ ആ ഇതിന് മറുപടി കൊടുക്കുന്നത്. അത് അവസാനം കേൾക്കുമ്പോഴത്തേക്ക് അതൊരു സഹതാപമോ അല്ലെങ്കിൽ ഒരു അവനവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റോ, ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്നോ യാതൊരു ചിന്തയില്ല. ഒരു പ്രശ്നവും പുള്ളിക്കാരിക്കില്ല. ഇവളെപ്പോലുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, ഇത് നിയമപരമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം. ഇവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യണം. പിന്നെ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇനി ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആൾക്കാർ കാണും, ഇങ്ങനെ ഈ ഞരമ്പന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ. അവർക്ക് ഇത് ഗുണം ചെയ്തു. കാര്യം അവരിനി എന്തെങ്കിലും ചെയ്താലും ഒരു പെണ്ണും പ്രതികരിക്കത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നതുകൊണ്ട് ഒരു പെണ്ണും അനങ്ങാൻ പോകത്തില്ല, സഹിച്ചങ്ങ് മിണ്ടാതെ പോകത്തേ ഉള്ളൂ. കാര്യം ഒരു നിരപരാധിയെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇനി ശരിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാലും പൊതുജനം അതിൽ ഇടപെടത്തില്ല. ഇത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട്. എന്നതാണെങ്കിലും ആ അപ്പനും അമ്മയ്ക്കുമാണ് നഷ്ടം വന്നിരിക്കുന്നത്, ആ മകൻ ഈ ലോകത്തുനിന്ന് പോയതിൽ. അല്ലാതെ വേറെ ആർക്കും നഷ്ടങ്ങൾ വരാൻ പോകില്ല. എന്നാണെങ്കിലും എല്ലാവരും ഒന്ന് ചിന്തിച്ചോളുക. അവരവരുടെ വീട്ടിലും ഉണ്ട് ആണുങ്ങൾ. അവർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലേ നമുക്ക് നാളെ ഇതിനെപ്പറ്റി മനസ്സിലാകത്തുള്ളൂ. ഇവരുടെ വീട്ടിലും കാണുമല്ലോ ഇങ്ങനെ അപ്പനെന്ന് പറയുന്ന ആരെങ്കിലും കാണും, ഇല്ല ആംഗ്ലമാരെന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ കാണും. അവർക്കൊക്കെ ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ പുള്ളിക്കാർ ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിച്ച് ഇതുപോലെ ഈ രീതിക്ക് തന്നെ സംസാരിച്ച് ചിരിച്ച് തള്ളി വിടുവോ എന്ന് നമുക്കറിയാം. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.